Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു അയൺ ബോക്സിനെ എങ്ങനെ സർവീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോൾട്ട് റെക്ടിഫൈ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് കേടായ ഒരു അയൺ ബോക്സ് ശരിയാക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ പ്ലഗൊക്കെ ഒന്ന് അതിനകത്തോട്ട് ഇറക്കി ഇറക്കിയിട്ട് ഞാൻ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിനകത്തത് കത്തുന്നില്ല. നമുക്കിവിടെ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്, ഇൻഡിക്കേറ്ററൊന്നും കത്തുന്നില്ല. പിന്നെ തൊട്ട് നോക്കാം, ഇല്ല, ചൂടൊന്നുമില്ല. അപ്പോൾ എന്താണിത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്കിത് കാര്യം ചെയ്യാം. ഇതിനെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് റിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ആദ്യം ഇതിനെ നമുക്കൊന്ന് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള സ്ക്രൂ ഒന്ന് പറയണം. അപ്പോൾ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നമ്മളൊന്നും ഇല്ലാതെ എല്ലാം ഫ്രീ ആക്കിയിട്ടേ ചെയ്യാവൂ. ഞാൻ ഇവിടെ കണക്ഷൻ ഒന്ന് അൺസ്ക്രൂ ചെയ്യുകയാണ്. ഇപ്പോൾ അൺസ്ക്രൂ ചെയ്തു. ഇതങ്ങ് മാറ്റി. ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, അപ്പോൾ അത് കത്താത്തതാണ്. ഇനി നമുക്ക് ഈ കേബിളിനെ ഒന്ന് ചെക്ക് ചെയ്യാം. കേബിള് ആകെപ്പാടെ ഒരു വല്ലാത്ത പരുവത്തിലാണ്. അപ്പോൾ ഇത് ഡാമേജ് ഉണ്ടോ എന്നും അറിയില്ല. അപ്പോൾ ആദ്യം കേബിളിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൾട്ടിമീറ്റർ ടെസ്റ്റിങ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനിവിടെ ടെസ്റ്റ് ലാമ്പ്, സീരീസ് ടെസ്റ്റ് ലാമ്പാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ലാമ്പിൽ നമ്മളിങ്ങനെ കത്തിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ കോണ്ടാക്റ്റ് ഇവിടുത്തെ എൻഡുമായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കേബിളിന് കുഴപ്പമില്ല. പിന്നെ എന്നാലും അതെത്തി ചെത്തൊക്കെ ഇരിക്കുന്നുണ്ട്, മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോന്നായിട്ട് പൊളിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നരക്കൊരു സ്ക്രൂ ഉണ്ട്. ഈ വെള്ളം ഇത് ഹാൻഡിൽ ഇളക്കണമെങ്കിൽ ആദ്യം ഈ പ്ലേറ്റ് ഇളക്കണം. നെയിംഡ് ഡീറ്റെയിൽസ് ഉള്ള പ്ലേറ്റ് ഇളക്കണം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന 2 സ്ക്രൂകൾ പതുക്കെ റിലീസ് ചെയ്യാം. ഇത് സ്റ്റാറാണ്. നമുക്ക് സ്റ്റാർ സ്ക്രൂ ഇട്ടിട്ട് പതുക്കെ ഇതിനെ ഉരിയെടുക്കാം. ഇനി ഈ കണക്ഷൻ അങ്ങ് ഈ പ്ലേറ്റ് പൊക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ കണക്ഷൻ വയറുകളെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വിടണം. ആ ടെർമിനൽസ് ഓരോന്നായിട്ട് ഡിസ്കണക്ട് ചെയ്ത് വിടണം. ഓക്കെ, ഇപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യാം. ഇവിടെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിരുന്നത് ഈ സെൻറ്ററിലെ ടെർമിനൽ, അതിനകത്ത് വേറെ ഒന്നുമില്ല. അത് നമ്മുടെ കട്ട് ഓഫ് ആകുന്ന ആ തെർമോസ്റ്റാറ്റിൻ്റെ ഒരു പോയിൻ്റാണ്. അതുപോലെ ഈ മെയിൻ സപ്ലൈ വന്ന് കയറുന്ന ഒരു കേബിളിലും ആയിരുന്നു കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ റിലീസ് ചെയ്തു. അപ്പോൾ ഇനി ഈ സപ്ലൈ കേബിളും കൂടെ നമ്മളിങ്ങനെ റിലീസ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ സപ്ലൈ റിലീസ് ചെയ്തു. അപ്പോൾ ആകെ ഒന്നേ ഉള്ളൂ. ഒന്ന് ഈ ടെർമിനൽ എന്ന് പറയുന്നത്, ഇനി അറ്റത്തെ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ കേബിളിൻ്റെ ഒരു എൻഡും ഇൻഡിക്കേറ്ററിൻ്റെ ഒരു എൻഡും. ഇതെന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ കേബിളിൻ്റെ അടുത്ത എൻഡ് മാത്രം. ഈ സെൻറ്ററിൽ കിടക്കുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആവുന്നതിനകത്ത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്ത എൻഡുമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പതുക്കെ ഈ സ്ക്രൂ എല്ലാം ലൂസ് ചെയ്ത് ഇതിനെ റിലീസ് ചെയ്തെടുക്കാം. സ്ക്രൂകളൊന്നും കളയാതെ തന്നെ എടുക്കുക. അതേ ഇവിടെ നോക്കുക, അതേ ഒരു കമ്പി കഷ്ണത്തിരിപ്പുണ്ട്. ഈ കമ്പി കഷ്ണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനെ അങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ഈ തെർമോസ്റ്റാറ്റിനെ പ്രസ് ചെയ്യിച്ച് അകത്തോട്ടും മുകളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിലിനും ഇതുപോലെ 3 സ്ക്രൂ ഉണ്ട്. നമുക്ക് ആ സ്ക്രൂ ഇങ്ങനെ റിലീസ് ചെയ്ത് അതൊക്കെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ നല്ല വെയിറ്റ് കൊടുത്തുള്ള ഈ ഒരു സാധനം പുറത്ത് വന്നു. ഇതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ അയൺ ബോക്സിന് വെയിറ്റ് കൊടുക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. ഇത് വന്ന് ഇതിലോട്ട് ടച്ച് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കോയിലിൻ്റെ കണക്ഷൻ സപ്ലൈ ഇവിടെ കിട്ടുന്നത്, ഇൻഡിക്കേറ്റർ സപ്ലൈ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കോയിലിലേക്ക് സപ്ലൈ എത്തിക്കുന്നത് ഈ ഒരു സെൻറ്ററിലുള്ള സാധനമാണ്. ഇത് താഴേക്ക് നമ്മൾ ചൂടാവുന്നതനുസരിച്ച് ഈ തെർമോസ്റ്റാറ്റ് ഈ കാണുന്ന തെർമോ കോണ്ടാക്റ്റ് കട്ടായി അങ്ങ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ചെറിയ കോണ്ടാക്റ്റ്. ഓക്കെ,
ഇത് കട്ടായെന്ന് മാറും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. എന്തായാലും ഇവിടെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കറക്റ്റാണോ നമ്മൾ നോക്കണം. ഇത് ചൂടായി ടച്ച് ആയാൽ മാത്രമേ രണ്ടിലേക്കുള്ള സപ്ലൈ കിട്ടുള്ളൂ. ഇതാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം പേപ്പറിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. പഴയതുപോലെ ഞാൻ ഈ അയൺ പ്ലേറ്റ് എടുത്ത് വെച്ച് സ്ക്രൂ ചെയ്യുകയാണ്. വെയിറ്റുള്ള പ്ലേറ്റ് അതെടുത്ത് വെച്ച് ഓരോന്നായിട്ട് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ്. അത് അവസാനം ആ സ്ക്രൂ കൂടെ ഞാൻ ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ ഇതിനകത്ത് കറക്റ്റായിട്ട് അതിനകത്ത് ആ ഹോളിൽ തന്നെ വെച്ചു. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റിൻ്റെ കോയിലിനകത്തേക്ക്, അതായത് ഈ കാണുന്ന ഈ ഹോളിനകത്തൂടെ ഈ കറക്റ്റ് ടെർമിനലിൽ തന്നെ ഇത് ചെന്ന് കയറുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാനത് തിരിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി അടച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ഹോളിൽ തന്നെ വീണിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ഇത് കറക്റ്റ് ടിപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണം. ഇനി നമുക്ക് ആ നീളമുള്ള 2 സ്ക്രൂ എടുത്ത് കറക്റ്റ് പൊസിഷനിലോട്ടാക്കി ഇതിനെ വീണ്ടും പഴയതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് ഈ പ്ലേറ്റൊക്കെ എടുത്ത് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണക്ഷൻസ് ഒന്നും ചെയ്യാം. തൽക്കാലം ഞാൻ ഈ കേബിൾ തന്നെയാണ് വീണ്ടും കണക്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സപ്ലൈ കോഡ് കൊടുത്തു. രണ്ടാമത്തേത് ഇങ്ങനെ അറ്റത്തെ പോയിൻ്റായിരുന്നു. ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ 2 കേബിളും ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കേബിൾ മാറണം. എങ്കിലും തൽക്കാലം ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. കേബിൾ കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. ഇൻഡിക്കേറ്ററിൻ്റെ വേണ്ടാവല്ലോ, ഒരെണ്ണം സെൻറ്ററിലെ പോയിന്റിലും ഒരെണ്ണം കേബിളിൻ്റെ ഒരു എൻഡിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ആദ്യം കേബിളിൻ്റെ എൻഡിലുള്ളത് തന്നെ കൊടുക്കുകയാണ്. അടുത്തത് നമ്മുടെ സെൻറ്ററിലുള്ള ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ടെർമിനലിലോട്ടാണ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്. ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്ത് തീർത്തു. ടെർമിനൽ കൊടുത്തു. ആ ഇൻഡിക്കേറ്ററിനെ പതുക്കെ എടുത്ത് നമ്മുടെ പുറത്ത് കാണുമ്പോൾ ഒരു റെഡ് ബട്ടനെ കൊണ്ടായിരുന്നു, അത് കാണാനില്ല. അത് കാണത്തക്ക രീതിയിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇൻഡിക്കേറ്റർ കാണത്തക്ക രീതിയിൽ തന്നെ ഒന്ന് ഓൺ ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെയൊക്കെ കണക്ട് ചെയ്തെല്ലാം തിരിച്ചെല്ലാം കിട്ടി. പ്ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല, അടിയിലത്തെ കണക്കൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പം ഇത് ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. പക്ഷേ ഞാനിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തെർമോസ്റ്റാറ്റ് എത്തിയപ്പോൾ തെർമോസ്റ്റാറ്റ് കത്തി. അതായത് ഇപ്പോൾ ഇത്രയും അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് സ്ക്രൂ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതേ തെർമോസ്റ്റാറ്റ് കത്തി നിൽക്കുകയാണ്. തെർമോസ്റ്റാറ്റ് ഓണായി. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂടുണ്ട്. തൊട്ട് ചൂട് അടുത്ത് തന്നെ അറിയാം. കട്ടായി. നല്ല പെട്ടെന്ന് ഹീറ്റായതാണ്. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും കട്ടായി. അപ്പം നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് കട്ടാവുന്ന ആ സാധനത്തിനെ ആ വളഞ്ഞ എൽ ഷേപ്പിലിരിക്കുന്ന കമ്പി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് വീണ്ടും കട്ടായി. വീണ്ടും നമുക്ക് ഓൺ ചെയ്യാം. നമുക്ക് നോക്കിയിരിക്കാൻ മിക്കവാറും ഇപ്പോൾ കട്ടാവും. ഞാൻ പെട്ടെന്ന് ചൂടാവുന്നൊരു കോയിലാണ്. വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്തു. അധികം താമസിക്കാതെ കട്ടാവും. ഇപ്പോൾ കട്ടാവാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇതാ വീണ്ടും കട്ടായി കഴിഞ്ഞു. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. ഇതാ മാക്സിമത്തിലേക്ക് കൊണ്ടുവച്ചാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻഡിക്കേറ്ററും എല്ലാം കാണാം. ഞാൻ മാക്സിമത്തിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ്ടോ, എൻ്റെ മാക്സിമത്തിലാണ്. ഈ കണ്ടീഷനിൽ ഞാൻ പുറകോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു ഓഫായി. കണ്ടോ, മാക്സിമത്തിലേക്ക് പോയി. അപ്പോൾ തുണിയുടെ അതിനനുസരിച്ച് ടെമ്പറേച്ചറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ടെമ്പറേച്ചർ സെൻസറായിട്ടൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ കട്ടായി, മാക്സിമമായി. ഇനിയിപ്പം ഇങ്ങനെ ഇരുന്ന് തണുക്കണം. തണുത്ത് ആ ലെവൽ ഓഫ് ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ അത് തിരിച്ചിഞ്ഞ് എത്തുള്ളൂ. ഓക്കെ, ഇതാ ഞാൻ തിരിച്ച് 0 കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് അറിയതിന് ശേഷം നമുക്ക് ആ പറഞ്ഞ പഴയ സ്ക്രൂകളും പ്ലേറ്റുകളും എല്ലാം എടുത്തിടാം.
തൽക്കാലം ഞാനൊരു മെറ്റൽ പ്ലേറ്റിൻ്റെ ബോക്സിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് കാര്യം ഇത് തണുക്കാൻ നല്ല സമയമെടുക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ നമ്മുടെ നെയിം പ്ലേറ്റൊക്കെ എടുത്ത് അടയ്ക്കുകയാണ്. ഇതിങ്ങനെ കയറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ അതിനാൽ ലോക്കങ്ങ് വീഴും. ഇനി നമുക്ക് ബാക്കിലത്തെ കവറിട്ട് അടയ്ക്കാം. അപ്പോൾ കവർ കറക്റ്റായിട്ട് ആ സ്ക്രൂ ഒക്കെ കറക്റ്റ് അതിൽ തന്നെ കൊള്ളത്തക്ക രീതിയിൽ വെച്ച് ഈ കേബിൾസ് കറക്റ്റ് ആ ലെവലിൽ തന്നെ വന്ന് ആ കേബിളിൻ്റെ വെട്ടൊക്കെ കറക്റ്റ് വന്ന് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ആ കേബിളൊക്കെ അകത്താക്കി അതിനെ അകത്ത് വെച്ചുകൊണ്ട് നമുക്കത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പം ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഴയതുപോലെ എടുത്ത് മുകളിലോട്ട് തിരിച്ച് വെച്ച് കേബിൾ മാറണം. കേബിൾ പിന്നെ മാറാം. ഇപ്പം എന്തായാലും കംപ്ലൈൻറ്റ് സർട്ടിഫൈ ചെയ്തു. അറിയാം തെർമോസ്റ്റാറ്റിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെയും അതുപോലെ അതിനകത്തുള്ള കരിയുമായിരുന്നു പ്രശ്നം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്താൽ ഇപ്പം ഞാൻ ഓണാക്കിയിട്ട് ഇപ്പം നമ്മൾ നോക്കാം. എന്താ ബ്രേം വരുന്നുണ്ടോ? ഇത്രയും എത്തിയപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഞാൻ ഇവിടെ താഴോട്ട് വെച്ച് തരാം. ഇത്രയും എത്തിയപ്പോൾ ഇത് വീണ്ടും ഓണായി. പുറകോട്ട് പോയി അതവിടെ കട്ടായി. ഓക്കെ, ഞാൻ ജസ്റ്റ് മുന്നോട്ട് പോയത് വീണ്ടും ഓൺ ചെയ്തു. ഉണ്ടോ? അതാ കട്ടായി. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അതിനെ ബോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ അത് കത്തും. വീണ്ടും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ വീണ്ടും അത് കട്ടാവും. ഓക്കെ, ഇപ്പോൾ കട്ടായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഹാൻഡ് ബോക്സിൻ്റെ റിപ്പയറിംഗ് എന്ന് പറയുന്നത്, സാധാരണ മോഡലിലുള്ളത്. മറ്റുള്ളത് നമുക്ക് അടുത്ത ഒരു സമയത്ത് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ സാധാരണ ടൈപ്പിലുള്ള ഒരു അയൺ ബോക്സ് റിപ്പയർ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു.